നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവഭക്തന്മാർക്കുമായി ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. തുടർമാനമായി ചില നാളുകളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പത്രോസ് എഴുതിയ 1-2 വാക്യത്തിൽ നിന്നാണ്. അന്ധകാരത്തിൽ നിന്ന് നമ്മെ ദൈവം വിളിച്ചത് എന്തിന്, എവിടെ നിന്ന്, എങ്ങോട്ട്, ഏത് ലക്ഷ്യത്തോടുകൂടെ പറയുന്നത് ശ്രദ്ധിക്കുക. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്ത ജാതി എന്തായിട്ട്? രാജകീയ പുരോഹിതവർഗമായിട്ട്, തൻ്റെ സ്വന്തം ജനമായിട്ട്. ആ സ്വന്തം ജനത്തെയാണ് ദൈവസഭാംഗങ്ങൾ എന്ന തിരുവചനത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ മക്കളും ക്രിസ്തുയേശുവിൻ്റെ മണവാട്ടിയും ആണ്. മക്കൾ എങ്കിൽ പിതാവായ ദൈവത്തെ അനുസരിക്കണം, മണവാട്ടിയാകുന്നുവെങ്കിൽ മണവാളനെ പോലെയായി തീരുകയും ചെയ്യണം. എന്നാൽ ഭാവി കാലത്ത് ദൈവസഭയിൽ കടന്നുകൂടുവാൻ സാധ്യതയുള്ള ദുരുപദേശങ്ങളെക്കുറിച്ചും ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ചും കള്ളപ്രവാചകന്മാരെക്കുറിച്ചും അവരുടെ പ്രവചനത്തെക്കുറിച്ചും അവർക്ക് വരുവാൻ പോകുന്ന അന്ത്യശിക്ഷയെക്കുറിച്ചും ഒക്കെ ദൈവാത്മാവ് വളരെ വ്യക്തമായി പ്രവാചകന്മാർ മുഖാന്തരവും ദൈവപുത്രൻ മുഖാന്തരവും അപ്പസ്തലന്മാർ മുഖാന്തരവും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരൻ യൂദ രേഖപ്പെടുത്തിയ തിരുവചന ഭാഗങ്ങൾ അവസാനമായി നാം വായിച്ചു. ഇവർ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. 1-12 വീഞ്ഞ് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്ന വ്യക്തികളാണ്. 1-12 കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരുചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾക്ക് സമാനർ. യൂദ 1 അധ്യായമേ ഉള്ളൂ, 12 വീണ്ടും തുടരുകയാണ്. തങ്ങളുടെ നാണം കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തീരകൾ. 1-13 സദാകാലത്തേക്കും അന്ധതമസ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രതയുള്ള നക്ഷത്രങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, കരകാണാത്ത വിധത്തിൽ വിശാലമായി കിടക്കുന്ന സമുദ്രത്തിൽ വിശ്വാസത്താൽ യാത്ര ചെയ്യുന്ന കപ്പലുകൾ രാത്രിയിൽ നങ്കൂരം ഇട്ടിട്ട് അടുത്ത ദിവസത്തേക്ക് പോകേണ്ട വഴി നിശ്ചയിക്കുന്ന കോമ്പസുകൾ, എങ്ങോട്ടേക്ക് പോകണമെന്ന് കാണിക്കുന്ന നക്ഷത്രങ്ങൾ കണ്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു, നക്ഷത്രത്തിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇവർ അവരെ പിൻഗമിക്കുന്നവർക്ക് സദാകാലത്തേക്കും കൂരിരുട്ടും അന്ധതമസും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങളാണെന്ന്. 1-13 ഇവരെക്കുറിച്ച് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായിരുന്ന യൂദ മർക്കോസിൻ്റെ സുവിശേഷം 6-3 മത്തായി എഴുതിയ സുവിശേഷം 13-55 അത് വ്യക്തമായി എഴുതി. കർത്താവിൻ്റെ അർത്ഥ സഹോദരനായിരുന്ന യൂദ ഈ കള്ളപ്രവാചകന്മാരെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്ന സത്യങ്ങളാണ് നാം മുകളിൽ കേട്ടത്. ദൈവപുത്രൻ തൻ്റെ സ്വന്തം ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ 1-1 രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടെ ഇത്തരുണത്തിൽ ശ്രദ്ധിക്കുക. വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്, അഥവാ ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അപ്പോകാലിപ്സിസ് ടു ഈസൂസ് ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാത്രം, ആരുടെയും യാതൊരു ഉടമസ്ഥാവകാശവും വെളിപ്പെടുത്താത്ത പുസ്തകം എന്നാണ് അതിൻ്റെ അർത്ഥം.
അവരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന് ദുർനടപ്പാചരിക്കേണ്ടതിനും ഇവർ ആരംഭത്തിൽ വിഗ്രഹത്തെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞവരാണ്. ഇസ്രായേൽ മക്കൾ തെസ്സലോനിക്കരുടെ 1 ലേഖനം 1-9 വാക്യത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം, തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാർ വിഗ്രഹത്തെ വിട്ട് ദൈവത്തെങ്കിലേക്ക് വന്നവരാണ്. അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ സ്വൈരിണി എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. അവർക്ക് സ്വൈരിണി എന്നർത്ഥം ധ്വനിക്കുന്ന പെർഗമോസ് സഭയിലും ഇന്നത്തെ പല സഭകളിലും കയറി കൂടിയിട്ടില്ലേ ബാലാക്കിന്റെ ഉപദേശമുള്ളവർ? സംഖ്യാപുസ്തകം 24-25, 25-1, പത്രോസ് എഴുതിയ 2 ലേഖനം 2-15 വാക്യം, വെളിപ്പാട് പുസ്തകം 2-14 വാക്യം, ഇവിടെയെല്ലാം ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇത് ദൈവപുത്രൻ സ്വന്തം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടും തന്നെ നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും, അതായത് പാപം എന്ന് ഒന്നില്ല, തങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും തങ്ങൾ സ്വയം വിലയിരുത്തുന്നത് പോലെ മാത്രമേ ഉള്ളൂ, ഇതാണ് നിക്കോലാവ്യരുടെ ഉപദേശം. അതിൽ തങ്ങളുടെ ഹൃദയം തങ്ങളെ കുറ്റം വിധിക്കാതിരുന്നാൽ മതി, മോഷ്ടിച്ചാൽ മോഷണം കുറ്റമല്ല എന്ന് സ്വന്തം ഹൃദയം പറയണം, വ്യഭിചരിച്ചാൽ അത് സാരമില്ലെന്നേ എന്ന് പറയണം, സ്വന്തം ഹൃദയം കുറ്റം വിധിക്കാതിരുന്നാൽ മതി. ഇങ്ങനെയുള്ള ധാരാളം വ്യക്തികൾ ഇന്നത്തെ സഭകളിൽ ഇല്ലേ? ഇതാണ് നിക്കോലാവ്യരുടെ ഉപദേശം. ഈ നിക്കോലാവ്യർ എന്ന് പറയുന്ന ഉപദേശക്കാർ അപ്പോസ്തലപ്രവൃത്തി 6 7 ഒരുവനായിരുന്നു നിക്കോളാസ്. അവൻ പിൻകാലത്ത് വഴിതെറ്റി ഉപദേശം വിട്ട് പാപം അല്ല എന്ന് പറയുന്ന ഉപദേശത്തിൽ വരികയും അതിനെ പിന്തുടർന്ന് ഒരു കൂട്ടം ആളുകൾ അവനെ പിൻഗമിക്കുകയും ചെയ്തു. വെളിപ്പാട് പുസ്തകം 2-15 വാക്യം. ദൈവപുത്രൻ പറയുന്ന അടുത്ത വിഷയം കേൾക്കുക. വിഗ്രഹാർപ്പിതം തിന്മാനും ദുർനടപ്പ് ആചരിപ്പാനും തൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഈസബേൽ, രാജാക്കന്മാരുടെ 1 പുസ്തകം 16-31, 18-4, 19 എന്നീ വേദഭാഗങ്ങളിൽ ഈസബേലിനെ കുറിച്ച് കാണുവാൻ കഴിയും. ഇവളെ ദൈവസഭയിൽ ദൈവസഭക്കാർ അനുവദിച്ചു കൊടുത്തു. വെളിപ്പാട് പുസ്തകം 2:20. കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കരുത്. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച ഉപദേശം പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഈസബേൽ എന്ന രാജ്ഞി ആഹാബിൻ്റെ കൊട്ടാരത്തിൽ പാർത്തുകൊണ്ട് ആ രാജ്യത്തെ നയിച്ചതുപോലെ ഇന്നത്തെ ആത്മീയഗോളത്തിൽ ധാരാളം സ്ത്രീകൾ ദൈവസഭയെ നിയന്ത്രിച്ചു നടത്തുന്നവരുണ്ട്. അത് ദൈവവചന വിപരീതമായ ഉപദേശമാണ്. അങ്ങനെയുള്ള പ്രവാചക നാട്യക്കാരും അവരുടെ അനുയായികൾക്കും വരുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷയെയും ദൈവപുത്രൻ വ്യക്തമായി അരുളി ചെയ്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2:21-22. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൾ കുഞ്ഞുങ്ങളെ വളർത്തുകയും കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ പോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യട്ടെ. പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്തി സഭാ മുൻപാകെ എഴുന്നേറ്റിരുന്ന് യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നുവെന്നും മറ്റും പറഞ്ഞ് പ്രവചനവും പ്രബോധനവും പ്രസംഗവും നടത്തുവാൻ ദൈവവചനത്തിൽ ഉപദേശം ഇല്ല. കള്ളപ്രവാചകന്മാർ പൈശാചിക തൃത്വത്തിലെ 3ാമത്തെ അളത്വമത്രേ. യെശയ്യാ പ്രവചനം 14:28-29, വെളിപ്പാട് പുസ്തകം 13-ാം 1 മുതൽ 18, 16-ാം 13, 19-19, 20.
21:10 എന്നീ വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാർ പൈശാചിക തൃത്വത്തിലെ മൂന്നാമത്തെ അളത്വമാകുന്ന കള്ളപ്രവാചകന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുന്നവരാണ്. പിശാചിന്റെ തന്ത്രം ഒന്ന് നോക്കുക. കേവലം നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരൂപം വരുത്തി അവൻ്റെ മൂക്കിൽ യഹോവയാം ദൈവം തൻ്റെ ജീവശ്വാസം ഊതി ജീവനുള്ളവനാക്കി തീർത്തു എന്നുള്ള തിരുവചനത്തിൽ കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമല്ലേ? അങ്ങനെ അവനെ ജീവനുള്ളവനാക്കി തീർത്തെങ്കിലും മൺമയനായി നിലകൊണ്ട ആദാം ഹവ്വമാരെ ദൈവകൽപ്പനയുടെ ലംഘനത്തിൽ കൂടെ ദൈവത്തെ പോലെ ആക്കി തീർക്കാം എന്ന് വ്യാമോഹിപ്പിച്ച് അവനുണ്ടായിരുന്ന സകല പദവികളും നഷ്ടമാക്കിയവനത്രേ സാത്താൻ. തിന്നരുതെന്നത് കൽപ്പിച്ചിട്ടുണ്ടോ? അയ്യോ, തിന്നരുതെന്നല്ല, തൊടരുതെന്ന് പോലും കൽപ്പിച്ചിട്ടുണ്ട്. ഈ തലയെ മുറുകെ പിടിച്ചുകൊള്ളാതെ ശരീരത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളാണിതെല്ലാം. അങ്ങനെയുള്ള ഉപദേശങ്ങൾ പറയുന്നവർ ഉപദേശം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, പിശാചിന്റെ കെണിയിൽ നിങ്ങൾ വീണു കഴിഞ്ഞു. എന്നെ കേട്ടെന്നോട് എൻ്റെ നുകം ഏറ്റ് ഉപദേശം പഠിപ്പിന് അത് ലഘുവാണ്. അതിനുപരിവായി ദൈവത്തെ പോലെ ആക്കി തീർക്കാം എന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് അവനുണ്ടായിരുന്ന സകല പദവികളും നഷ്ടമാക്കിയവനത്രേ സാത്താൻ. ദൈവം ആരാണ് എന്നൊന്ന് കേൾക്കുക. ആദിയന്തം ഇല്ലാത്തവനും നിത്യനും നിർമ്മലനും ഗതിഭേദങ്ങളാൽ ആച്ഛാദനം ഇല്ലാത്തവനുമായി സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായി വിശുദ്ധി, നീതി, നന്മ, സത്യം എന്നീ ഗുണാതിശയങ്ങളോടുകൂടി ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്ത അദൃശ്യനായ ആത്മാവാകുന്നു ദൈവം. ഇത്രമാത്രം ഗുണാതിശയങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഏക ദൈവത്തോട് സമനാക്കി തീർക്കാം എന്ന വ്യാമോഹം ജനിപ്പിച്ച് മനുഷ്യനെ പാപത്തിനും ശാപത്തിനും മരണത്തിനും യോഗ്യനാക്കി തീർത്ത പിശാചിന്റെ തന്ത്രമാകുന്നു ഇന്നും പല കള്ളപ്രവാചകന്മാരുടെ കള്ളപ്രവചനങ്ങൾ ദ്വാര സാക്ഷാൽ കള്ളപ്രവാചകനായ പൈശാചിക തൃത്വത്തിലെ മൂന്നാമനായ കള്ളപ്രവാചകൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. ഇത് സാക്ഷാൽ രാജകീയ പുരോഹിതവർഗം ആകുന്ന ദൈവപുത്രന്റെ കാന്തയാകുന്ന നിർമ്മല കന്യക അറിഞ്ഞുകൊള്ളേണ്ടത് ആവശ്യം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് എഴുതി, ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു. നിങ്ങൾ ക്രിസ്തു എന്ന നിർമ്മല കാന്തന്റെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഉപായത്താൽ സർപ്പം ഹവ്വയെ വഞ്ചിച്ചല്ലേ, അതുപോലെ നിങ്ങൾ പലവിധമായ കള്ളപ്രവാചകന്മാരുടെ വഞ്ചനാപൂർണമായ കള്ളപ്രവചനത്തിൽ അവരുടെ പിന്നാലെ ആയിത്തീരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പോലും. നമുക്ക് ദൈവത്തെ ദർശിപ്പാൻ സാധിക്കും എപ്പോൾ? ദൈവപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ വ്യത്യാസമില്ലാതെ തന്നെ കാണേണ്ടതാകൊണ്ട് നാം അവനോട് സദൃശ്യരാകും എന്ന് വിശുദ്ധ യോഹന്നാൻ കർത്താവിനോടുകൂടെ 3.5 വർഷം ശുശ്രൂഷിക്കുകയും എഫെസോസിലെ സഭയുടെ അധ്യക്ഷനായിരുന്ന ശേഷം ഡൊമിഷ്യൻ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെട്ട് തിരികെ വന്ന ശേഷം എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത് എപ്പോൾ? ദൈവവചനം നോക്കുക. സ്വർഗീയ ശരീരവും തേജസ്സും പ്രാപിക്കുമ്പോൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15:40. ഈ മർത്യ ശരീരത്തിൽ മണ്ണിനാൽ ഉണ്ടാക്കപ്പെട്ട ശരീരത്തിൽ വസിക്കുമ്പോഴല്ല, ഇപ്പോൾ നാം അവനെ ആത്മാവായി കാണുന്നു, ആത്മാവിൽ കാണുന്നു. അദൃശ്യനായ ദൈവത്തെ വിശ്വാസത്താൽ കാണുന്നു. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടത് അദ്രവത്വത്തെ ധരിക്കുമ്പോൾ. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടല്ലോ. സ്വർഗീയ ശരീരവും ദൈവിക രൂപാന്തരവും പ്രാപിച്ചു കഴിയുമ്പോൾ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 15:40. 2, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടത് അദ്രവത്വത്തെ ധരിക്കുമ്പോൾ. 15-ാം അധ്യായം 42-43. അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടത് തേജസ്സിൽ ഉയർക്കുമ്പോൾ. 15-ാം അധ്യായം 43. പ്രാകൃത ശരീരം ആത്മീയമായി മാറുമ്പോൾ. 15-ാം അധ്യായം 40-ാം വാക്യം.
ഒന്നാം മനുഷ്യനെ ആദാമിന്റെ മൺശരീരം ആ അവസ്ഥ മാറി രണ്ടാം മനുഷ്യനായി സ്വർഗത്തിൽ നിന്നുള്ള ദൈവപുത്രന്റെ സദൃശ്യ രൂപമായി മാറുമ്പോൾ 15:46 അടുത്തത്, അപ്പോൾ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ മാറി സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. 15:49 കാരണം മാംസരക്തങ്ങൾക്ക് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, സാർക്ക് ആൻഡ് ഹൈമ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 15:50 അതുകൊണ്ട് പുതുതായി ജനിക്കണം. കാരണം പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ 3:13 ദീർഘവർഷങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ പോതകരായിരുന്ന ഉപദേശിയായിരുന്ന നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞതാ നേരിട്ട്. അതിനു വിപരീതമായി ഇന്നത്തെ ആരെങ്കിലും ഏതെങ്കിലും ഉപദേശം കൊണ്ടുവന്നാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഗലാത്യർ 1:6-8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. അടുത്തതായി, വീണ്ടും ജനിക്കുക മാത്രമല്ല, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അത് ബാവായാകട്ടെ, പോപ്പാകട്ടെ, പെന്തക്കോസ് ബിഷപ്പാകട്ടെ, പെന്തക്കോസ് പാസ്റ്റർ ആകട്ടെ, കഴിയുകയില്ല വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ. കാരണം ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡം ആകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. അതത്രേ പുതുതായി ജനിക്കുക എന്നാൽ അർത്ഥം. യോഹന്നാൻ 3:6-7 ഇപ്രകാരം ആത്മാവിൽ പുതുതായി ജനിച്ചവർ ജഡത്തിൽ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ഇരുന്നാൽ രൂപാന്തരപ്പെടുകയും ചെയ്യും. കൊരിന്ത്യരുടെ 1 ലേഖനം 15:52-53, തെസ്സലോനിക്കരുടെ 1 ലേഖനം 4 16-17. അതുകൊണ്ട് ക്രിസ്തുവിൽ ഈ വിധം രൂപാന്തരം പ്രാപിച്ച ദൈവമക്കൾ മരിച്ചാൽ ഭയപ്പെടേണ്ട, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഈ ജീവനോട് ഇരുന്നാലോ രൂപാന്തരമുണ്ട്. ഈ പ്രക്രിയ എത്രേ രൂപാന്തരപ്പെടുക എന്നതിന്റെ അർത്ഥം. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 15:52. അത് നടക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളം എന്നിവയോടുകൂടെ സ്വർഗത്തിൽ ഇപ്പോൾ താൻ ഇരിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്ത് നിന്നിറങ്ങി മധ്യാകാശത്തിലേക്ക് സഭയെ ചേർക്കുവാൻ വരുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ മരണം മാറി ജയം വരും. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15:53-54, തെസ്സലോനിക്കർ 4:16-17, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:24-29. ഇവയെത്രേ രാജകീയ പുരോഹിതവർഗത്തിന്റെ പ്രത്യാശ. ഇപ്രകാരം ഉയർത്തെഴുന്നേൽക്കുകയും രൂപാന്തരം പ്രാപിച്ചു മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്നവർ മധ്യാകാശത്തിൽ ആദ്യഘട്ടമായിട്ട് 7 സംവത്സരങ്ങൾ അവനോടുകൂടെ പാർക്കും. അനന്തരം ഈ ഭൂമിയിൽ 1000 സംവത്സരങ്ങൾ വന്ന് ഭരണം നടത്തും. അനന്തരം ഇവിടുത്തെ 1000 വർഷ സംവത്സരങ്ങൾ കഴിഞ്ഞ ശേഷം പുതിയ യെരുശലേം എന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലെ സിയോനിൽ വസിക്കുകയും അതിനുശേഷം കുഞ്ഞാടിന്റെ കാന്തയും, അതായത് പിതാവിന്റെയും പുത്രന്റെയും മുഖം കണ്ട് എന്നേക്കും രാജാധിരാജാക്കന്മാരായി കർത്താവായ യേശുക്രിസ്തുവിനോട് വാസം ചെയ്യുകയും ചെയ്യും. ഇതാകുന്നു സഭയുടെ പ്രത്യാശ. ഇതിന് വിപരീതമായി വേറെ എന്തുപദേശം കൊണ്ടുവന്നാലും വിശുദ്ധന്മാർ അത് സ്വീകരിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. വെളിപ്പാട് 21:1 മുതൽ 9-ാം വാക്യം തൊട്ട് 27-ഉം 22-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കുക. രാജകീയ പുരോഹിതവർഗം വഞ്ചിക്കപ്പെടരുത്. വിശ്വാസത്തിൽ സ്ഥിരത പൂണ്ട് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ക്രിസ്തുവിനെ മാത്രം നോക്കി ആത്മനിർഭരരായി ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവും ദൈവമായുള്ളവേ, ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അതിനനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണം. എല്ലാ മഹത്വം അർപ്പിച്ചുകൊണ്ട് പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.